മുത്തും പവിഴം വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. ഒ.എൻ.വി. സാറിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ അദ്ദേഹം പാടുക, പാട്ട് അല്ലെങ്കിൽ പാടി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഏതെല്ലാം ഗാനങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണ വിഷയം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ചിത്രങ്ങളിലെ രണ്ട് ഗാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സുഖമോ ദേവി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഒരാളുടെ ജീവിതത്തിലെ യഥാർത്ഥ കഥ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ശ്രീ വേണുനാഗവള്ളി വേണുചേട്ടൻ തന്നെ അത് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന ചിത്രമാണ്. വളരെ സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്നും എല്ലാവരും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് സുഖമോ ദേവി. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം. ഇതിലെ ഒരു ഗാനം യേശുദാസ് സാറ് പാടിയതാണ്. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ, ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ഈ ഗാനത്തിൻ്റെ അനുപല്ലവിയിലേക്കാണ് ഏഴു സാഗരവുമേറ്റുപാടുമൊരു രാഗമായുണരു നീ. കണ്ടോ, ഏഴു സാഗരവും അത് ഏറ്റുപാടും ഒരു രാഗമായുണരും, ഏറ്റുപാടും. അവിടെ അദ്ദേഹം പാടുക എന്നുള്ള വാക്ക് സുഖമോ ദേവി എന്നുള്ള ചിത്രത്തിലെ അതിമനോഹരമായ രവീന്ദ്ര സംഗീതത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഏഴു സാഗരവുമേറ്റുപാടുമൊരു. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ചിത്രം, അതിലെ ഗാനം പ്രതിഭാധനായ ശ്രീ പത്മനാഭ സാറിൻ്റെ ചിത്രമായ ദേശാടന കിളി കരയാറില്ല എന്നുള്ളത്. ഇതിലെ ഗാനവും രവീന്ദ്ര മാസ്റ്ററാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദാസാറ് പാടിയ ഒരു ഗാനമുണ്ട്. വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്നു, വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്നു. ഈ ഗാനത്തിലും എവിടെയാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്നു. ഇതിൻ്റെ അനുപല്ലവിയിൽ ആലോലം പാടി വരൂ കുളിർമാലേയം ചാർത്തി വരൂ ചിറകുകളാൽ തിരിയുഴിയൂ സ്വരജതികൾ പാടി ഈ മണ്ണിൻ ലാവണ്യ സ്വപ്നം ചൂടി നീയാടൂ ജീവന്റെ ലീലാലാസ്യം പാടൂ പാടൂ. നോക്കൂ, അനുപല്ലവിയിൽ ആലോലം പാടി വരൂ. ആദ്യം തന്നെ ആ വാക്ക് ഉപയോഗിച്ചു. പിന്നെ ജീവന്റെ ലീലാലാസ്യം പാടൂ പാടൂ. 3 പ്രാവശ്യമാണ് ഈ വാക്ക് അദ്ദേഹം അനുപല്ലവിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചരണത്തിലാണ് ആ വാക്ക് വരുന്നത്. മോഹങ്ങൾ പൊന്മാനായോടും തീരം സ്നേഹത്തിൻ മൺവീണ പാടും തീരം താ കാണാം താഴെ. കണ്ടോ, പാടാം പാടാം എന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ മൺവീണ പാടും തീരം, മോഹങ്ങൾ പൊന്മാനായോടും തീരം, സ്നേഹത്തിൻ മൺവീണ പാടും തീരം. അവിടെ അദ്ദേഹം ഈ പാടും എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലെ മറ്റൊരു ഗാനമുണ്ട്, ഒരു തേനൂറുന്ന ഗാനം. ചിത്രചേച്ചി പാടിയതാണ്. രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടുകൾ അദ്ദേഹം ഏത് ചെയ്താലും ഒരു മാജിക് ടച്ചാണ്. ഒരു മോശം ഗാനം പോലും രവീന്ദ്ര മാസ്റ്റർ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പൂവേണോ പൂവേണോ തേനൂറും നിന്നീണം കാതോർത്തു ഞാൻ. ഗംഭീരമായ പാട്ടാണ്. ഇതിന്റെ അനുപല്ലവിയിൽ ആകാശം നീലാകാശം നീ പാടുമ്പോൾ പൂ ചൂടുന്നു. കണ്ടോ, നീ പാടുമ്പോൾ പൂ ചൂടുന്നു. കണ്ടോ, അവിടെ എന്താ പാടുമ്പോൾ പൂ ചൂടുന്നു, അവിടെയും പാടുമ്പോൾ എന്നുള്ള വാക്ക് ഈ ചിത്രത്തിലെ 2 ഗാനത്തിലും ഒ.എൻ.വി. സാർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 2 ചിത്രങ്ങളിലെ ഗാനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. സുഖമോ ദേവി, അതിലെ ഒരു ഗാനം, ഈ ചിത്രത്തിലെ ദേശാടന കിളി കരയാറില്ല എന്നുള്ള ചിത്രത്തിലെ 2 ഗാനങ്ങളും. 2 ചിത്രത്തിൻ്റെയും സംഗീത സംവിധായകൻ ഒരേ ആളാണ്, രവീന്ദ്ര മാസ്റ്ററാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങളിലും ഒ.എൻ.വി. സാറ് അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക മുഖമുദ്രയായ തന്നിൽ നിന്നും ഒട്ടും വിട്ടുമാറാത്ത ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തും പവിഴവും വീണ്ടും അവിരാമം യാത്ര തുടരുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഏതെല്ലാം ഗാനങ്ങളാണെന്ന് നിങ്ങൾ കാത്തിരിക്കുക.